ദിനുവയിൽ ഈ മാറിയ പദ്ധതിയെ കേരളത്തിലെ സാഹചര്യത്തിൽ ദിനു എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ ഒരുപാട് സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് ജോലിയുണ്ട് എന്നതായിരുന്നു ജീവിതത്തിലെ ഒരു ഉറപ്പ്. അതിൽ പക്ഷേ ഇനി ഒരു ഉറപ്പില്ലാത്ത സാഹചര്യമുണ്ട്. അത് ചില പ്രത്യേക മേഖലകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. അതും കേന്ദ്രം തീരുമാനിക്കും എവിടെയൊക്കെ വേണം എന്നുള്ളത്. ഈ രാജ്യത്ത് തൊഴിൽ എവിടെയെന്ന് നിരന്തരം പ്രതിപക്ഷം ചോദിക്കാറുണ്ട്. പക്ഷെ തൊഴിലുകൾ ധാരാളമുണ്ട്. യഥാർത്ഥത്തിൽ BJP MP ആവുക, BJP മന്ത്രിയാവുക, BJP പ്രധാനമന്ത്രി ആവുക നല്ല തൊഴിലാണ്, എളുപ്പമാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ആരുടെയെങ്കിലുമൊക്കെ പേര് പിടിച്ച് മാറ്റുക, ചരിത്രം മാറ്റുക, ഇന്ത്യയുടെ സെക്യുലർ ആത്മാവിനെ മാറ്റുക, ഇത്ര വളരെ എളുപ്പമുള്ള ഒരു പണിയാണ് BJP പ്രതിനിധികൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ പേരിടൽ ചടങ്ങിന് ഇനി മുതൽ BJP-ക്കാരെ വിളിച്ചാൽ മതി. പക്ഷെ അതിൽ ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് പേരിടൽ ഈ പറയുന്ന 22 ഔദ്യോഗിക ഭാഷകൾ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ പറയുന്നുണ്ടെങ്കിലും കുട്ടിയുടെ പേര് ഒരിക്കലും മലയാളത്തിൽ ഇടാൻ ഇവർ സമ്മതിക്കില്ല. നിർബന്ധമായി അത് ഹിന്ദിയിലായിരിക്കണം, കുട്ടിയുടെ പേര് ഹിന്ദുവുമായിരിക്കണം എന്നുള്ളതായിരിക്കും. 2 റഹീം എന്ന ആരെങ്കിലും പേരിടാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേര് മാറ്റി ഇവർ റാമാക്കും എന്നുള്ളതാണ്. കുട്ടിയുടെ അച്ഛൻ്റെ പേര് രാജീവ് എന്നാണെങ്കിൽ ദീൻദയാൽ എന്ന് കുട്ടിയുടെ അച്ഛൻ്റെ പേര് പോലും ഇവർ മാറ്റും. കുട്ടിയുടെ അമ്മയുടെ പേര് ഇന്ദിര എന്നാണെങ്കിൽ ഇന്ദ്രധനുഷ് എന്ന് പേരാക്കണം എന്ന് നിർബന്ധം പറയും. അക്ബർ ആണെങ്കിൽ പിടിച്ച് അബ്ദുൾ കലാം ആക്കി മാറ്റും. ഇങ്ങനെ വീട്ടിൽ നിന്ന് പേരിട്ട് ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വീടൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒന്നുകൂടെ ഉറപ്പ് വരുത്തേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി എന്ന് പറയുന്നത് നരേന്ദ്രമോദി ദേശീയ പേരിടൽ ഉറപ്പ് പദ്ധതിയാണ്. അഥവാ നരേന്ദ്രമോദി നാംകരൺ തൊഴിൽ യോജനയാണ് ഇവർക്ക് ഏറ്റവും അറിയാവുന്ന ഒരു പണി എന്ന് പറയുന്നത്. നോക്കൂ, പേരിടലും പേരുമായ്ക്കലും ഒന്നും തന്നെ നിഷ്കളങ്കമല്ല. അത് വളരെ കൃത്യമായി രാഷ്ട്രീയമായിട്ടുള്ളൊരു കാര്യമാണ്. വലതുപക്ഷ രാഷ്ട്രീയം ആഗോള തലത്തിൽ തന്നെ എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചരിത്രത്തെ വളച്ചൊടിക്കാനും ചരിത്രത്തെ മായ്ക്കുവാനും പേരുപയോഗിക്കുക എന്ന് പറയുന്നത്. തുർക്കിക്കകത്ത് കുർദിഷ് ഗ്രാമങ്ങളുടെ തുർക്കിഷ് പേരുകൾ മൊത്തം മായ്ച്ചുകൊണ്ട് കുർദിഷ് ഭാഷയെ പോലും അന്യവൽക്കരിക്കുന്നത് കൃത്യമായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിനകത്ത് പലസ്തീൻ ഗ്രാമങ്ങളുടെ പേര് മായ്ച്ചാണ് മാപ്പുകളിൽ നിന്ന് ആ രാജ്യങ്ങളെ പോലും മായ്ക്കുന്നത് വളരെ കൃത്യമായി മാറ്റിയത്. ഒരുപക്ഷെ മ്യാൻമാറിൽ റോഹിംഗ്യൻ എന്ന് പോലും പറയാൻ നിങ്ങൾക്ക് പറ്റില്ല, ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. ലോകം ആകമാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വംശീയ ഉന്മൂലനം ആദ്യം തുടങ്ങുന്നത് മനുഷ്യരുടെ ശരീരത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല, പക്ഷെ വളരെ കൃത്യമായി കൊണ്ട് പേരുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്, പേരുകളെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ്, ചരിത്രത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ആകമാനം ഉന്മൂലനം ചെയ്യുന്നത്. ഇവിടെ ഈ വലതുപക്ഷ പ്രതിനിധിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഋതുരാജ് എന്നല്ല അദ്ദേഹത്തിന്റെ പേര്, ഋതുരാജോ സാർ അങ്ങയുടെ പേര്? മനുരാജ് അനുരാജ് ദിനു അല്ല, പേരെന്തായാലും കുഴപ്പമില്ലല്ലോ. അദ്ദേഹം പേര് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് പേര് മാറിപ്പോയതാണ്, സോറി. അപ്പം അദ്ദേഹം പറഞ്ഞു പേരല്ലല്ലോ, കണ്ടന്റ് അല്ലേ പ്രധാനം, അപ്പം പ്രശ്നമില്ല. അപ്പം അദ്ദേഹം പറയുന്ന ഒരു വാദമുണ്ട്, പേര് മാറ്റലൊന്നും പ്രശ്നമില്ല. അപ്പം എന്തിനാണ് ഇവരിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് പേരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? മുഗൾ സറായ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പേര് കഷ്ടപ്പെട്ടുകൊണ്ട് ദീൻദയാൽ ഉപാധ്യായ എന്ന് കഷ്ടപ്പെട്ട് എന്തിനാണ് മാറ്റുന്നത്? റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തന്നെയല്ലേ ഓടുന്നത്. ഡൽഹിയിലെ സൈൻ ബോർഡുകളിൽ ഉറുദു മുസ്ലിം പേരുകളൊക്കെ തന്നെ ശിവസേന ബ്ലാക്ക് പെയിന്റ് അടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? പേരിൽ ഒന്നുമില്ലെങ്കിൽ. ഗുറാഗണിനെ എന്തിനാണ് നിങ്ങൾ ഗുരുഗ്രാം ആക്കി മാറ്റുന്നത്? അലഹബാദിനെ എന്തിനാണ് പ്രയാഗ്രാഗ് ആക്കി മാറ്റിയത്? ഫൈസാബാദിനെ എന്തിനാണ് അയോധ്യ ആക്കി മാറ്റിയത്? ഔറംഗാബാദിനെ എന്തിനാണ് ഛത്രപതി സംഭാജി നഗർ ആക്കി മാറ്റിയത്? പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ നിങ്ങൾ എന്തിനാണ് സേവാ തീർത്ഥാക്കി മാറ്റിയത്? പേരിടൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ലാത്ത കാര്യമാണെങ്കിൽ നോക്കൂ, ഇവിടെ ഇവർ പറയുന്നത് വളരെ കൃത്യമായി കൊണ്ട് ഇവർ പേരിടുന്നതൊക്കെ തന്നെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ആളുകളുടെ പേരിലേക്കാണ് എന്നാണ് പറയുന്നത്. എനിക്ക് ഈ BJP വക്താവായിക്കൊണ്ട് വലതുപക്ഷ നിരീക്ഷകനായി വന്ന് നിൽക്കുന്ന ആളോട് ചോദിക്കാനുള്ളത്, മഹാത്മാഗാന്ധിക്കില്ലാത്ത എന്ത് ഗുണമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ദീൻദയാൽ ഉപാധ്യയ്ക്കുള്ളത് എന്നുള്ള ചോദ്യമാണ്. മഹാത്മാഗാന്ധി ദീൻദയാൽ ഉപാധ്യയേക്കാൾ എത്ര കുറഞ്ഞ മനുഷ്യനാണെന്ന് നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇതിൻ്റെയൊക്കെ പേര് മാറ്റിക്കൊണ്ട് വളരെ കൃത്യമായി കൊണ്ട് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ യോജന എന്നും ദീൻദയാൽ അന്ത്യോദയ യോജന എന്നും മാറ്റാൻ വേണ്ടി എന്ത് രീതിയിലുള്ള കോൺട്രിബ്യൂഷനാണ് ഈ വ്യക്തികൾ ഇന്ത്യക്കകത്തെ ഫ്രീഡം സ്ട്രഗിളിലും ഇന്ത്യക്കകത്തെ പൊളിറ്റിക്സിലേക്കും കൊടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ വ്യക്തമാക്കണം. ഗാന്ധിക്ക് എന്ത് കുറവാണ് ഇവരെക്കാൾ കുറവുള്ളതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പറയണം. നോക്കൂ, ഇവിടെ മുൻ പ്രധാനമന്ത്രിമാരുടെ പേരൊക്കെ മാറ്റിക്കൊണ്ട്
പ്രൈം മിനിസ്റ്റർമാരുടെ പേരുകൾ മൊത്തം മാറ്റിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ ചില ന്യൂട്രൽ പേരുകളാണ് എടുക്കുന്നത് എന്നൊക്കെയുള്ള വാദം വലതുപക്ഷ ചിന്തകന്മാർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് ഇവർ മാറ്റും, അതിനെ അമൃത് എന്നാക്കി മാറ്റും, നാഷണൽ റൂറൽ റിന്യൂവൽ മിഷനെ. പക്ഷേ വളരെ കൃത്യമായി അബ്ദുൽ കലാം എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററുടെ പേരിനോട് ഇവർക്ക് യാതൊരു അയിത്തവുമില്ല. അപ്പോൾ താങ്കളുടെ നെപ്പോട്ടിസം കാണിച്ചുകൊണ്ട് താങ്കളുടെ ഹിന്ദുത്വ രാഷ്ട്രീയം പേർന്ന ആളുകളെ പേരുകൾ വെക്കാൻ ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. നോക്കൂ, ഈ രാജ്യത്തിനകത്തുള്ള പാരമ്പര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് മുഗളന്മാർ അടക്കമുള്ള മനുഷ്യരുടെ, മുസ്ലിം ജനവിഭാഗങ്ങളുടെ, ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും അടങ്ങുന്ന പാർശ്വവൽക്കൃത വിഭാഗങ്ങളുടെ ഒക്കെ ചരിത്രവും പാരമ്പര്യവുമാണ്. ഇതിൽ നിന്നുള്ള പേരുകൾ ഒന്നും തന്നെ സ്വീകരിക്കാതെ കൃത്യമായിക്കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം പേർന്ന, ഹിന്ദുത്വ പുരാണങ്ങൾ പേർന്ന പേരുകൾ മാത്രമാണ് ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിനെ ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ത്യയെ ഇങ്ങനെ രാമായണം മഹാഭാരതം സീരിയലിന്റെ സീനാക്കി മാറ്റുകയാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് ഒരു കാര്യത്തിൽ കൂടെ അത്ഭുതമുള്ളത്, ഒരുപക്ഷെ എങ്ങനെയാണ് നാളെ ഈ സ്കീമിനകത്ത് ഈ പറയുന്ന റാംജി എന്നൊക്കെ ഞാൻ വിചാരിക്കും ആദ്യം ഇവർ ഷോർട്ട് ഫോം ആണ് ഉണ്ടാക്കുന്നത്, എന്നിട്ടാണ് ഫുൾ ഫോം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നാളെ ഈ റാംജി സ്കീമിൻ്റെ അകത്ത് വല്ല അക്ബർ എന്ന പേരുള്ള ഒരു മനുഷ്യനെങ്ങാനും തൊഴിലെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഉമ്മുക്കുൽസ് തൊഴിലെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, എനിക്ക് ഉറപ്പാണ് ഇവരുടെ സംഘടനകളുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ പോലുള്ള VHP ഒക്കെ പോലുള്ള സംഘടനകളുണ്ടല്ലോ, ഇവർ കോടതിയിൽ കേസുമായി വരുമല്ലേ, ഉറപ്പായിട്ടും വരും. സീതയും അക്ബറും എന്ന് പേരായ രണ്ട് സിംഹങ്ങൾ ഒന്നിച്ച് ജീവിച്ചതിന് കോടതിയിൽ കേസ് കൊടുത്ത മനുഷ്യന്മാരാണ്. അവിടെ പേര് മാറ്റണം എന്ന് പറയുന്ന കോടതിയാണ് നിലവിലുള്ളത്. ഈ സ്ഥലത്ത് എങ്ങനെയാണ് റാംജി പദ്ധതിക്കകത്ത് ഈ മാർജിനലൈസ് മനുഷ്യരെ ഉൾക്കൊള്ളാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. അപ്പോൾ പേരിടൽ എന്ന് പറയുന്നത് ഒട്ടും നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമല്ല. പേരിടൽ ചരിത്രത്തെ മായ്ക്കാൻ വേണ്ടി, വംശീയ ഉന്മൂലനം നടത്താൻ വേണ്ടിയിട്ടുള്ള സിദ്ധാന്തം തന്നെയാണ് വളരെ കൃത്യമായി കൊണ്ട് ഇവർ ചമഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. Debate with Smriti Parittikar.